നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചിട്ടതാണ് നമ്മൾ കണ്ടത് വീഡിയോ. നമ്മൾ ഇന്ന് ആ മീനെ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട ചൂണ്ടയിൽ മീനൊന്നും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ പള്ളത്തിയെ കുത്തിയിട്ടേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോണം. ഇങ്ങനെയാണ് നമ്മൾ പള്ളത്തിയെ ചൂണ്ടയിൽ കുത്തിയിടുന്നത്. ഇത് റബ്ബറിൻ്റെ കമ്പാണ്, ഉണക്ക കമ്പാണ് പൊങ്ങായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇങ്ങനെയാണ്. പള്ളത്തി ചത്തിട്ടില്ല, ഇന്നലെ രാത്രി ഇട്ടതാണ്. അറ്റത്ത് കുത്തി, പിന്നെ ഒരു പൊങ്ങ് ഒരരയടി അളവിൽ, പിന്നെ ജീവനുള്ള പള്ളത്തിയുടെ ഇതിലേക്ക് ചൂണ്ട കൊത്തിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വെട്ട് ചൂണ്ട അല്ലെങ്കിൽ തടച്ചൂണ്ട എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ ചൂണ്ട ഇടുന്നതിൻ്റെ രീതി. ഒരാളുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ഒരാളിനെ കിട്ടും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. മീൻ കിട്ടാത്ത ഒരുപാട് ചേട്ടന്മാരുണ്ട്, രാവിലെ മുതൽ ചൂണ്ടയായിട്ട് വന്നിട്ട് വെറുതെ പോകുന്നത്. നൈറ്റ് ഫിഷിംഗ് ആണ് ഏറ്റവും നല്ലത് മീൻ കിട്ടാൻ. ഒരാളിനെ പിടിക്കാൻ നൈറ്റ് ഫിഷിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പോകണമെന്നില്ല, പക്ഷേ നൈറ്റിൽ പോയെങ്കിലേ നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടത്തുള്ളൂ. ഒരാൾ, വാള, ചെറുമീൻ, വാഹ അങ്ങനെയുള്ള മീനുകളൊക്കെ രാത്രിയിലാണ് ഇരയെടുക്കുന്നത്. എല്ലാവർക്കും ഈ അറിവ് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും നമ്മൾ അത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹായ് എല്ലാവർക്കും, നമ്മുടെ ഗുഡ് മോർണിംഗ്. രാവിലെ 5:45 വന്നതാണ് നമ്മൾ. പക്ഷേ നേരം വെളുത്തില്ലായിരുന്നു. മുക്കാൽ മണിക്കൂറോളം പോസ്റ്റായിരുന്നു ഇവിടെ. കാരണം നേരത്തെ വന്നില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് നുള്ളി പറക്കിക്കൊണ്ട് പോകും ഉള്ളത്. നമ്മൾ കഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ കുപ്പിച്ചൂണ്ട ഇട്ടിട്ടുണ്ട്. വരാൽ അടിച്ച് കിടപ്പുണ്ട്, അത് എടുക്കാൻ പോവുകയാണ്. പിന്നെ കരിങ്ങാലിപ്പുഞ്ചയിലാണ് നമ്മൾ ഉള്ളത്. എന്നും നമ്മൾ കരിങ്ങാലിപ്പുഞ്ച തന്നെയാണ്. കാരണം നമുക്ക് വള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരോട്ടൊന്നും പോയി ഫിഷിങ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വല്ലപ്പോഴും കാണും ബൈക്കിൽ കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടി ആറ്റിലും ഒക്കെ പോയി നമ്മൾ കാർപ്പ് ഫിഷിങ് ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പം നേരം വെളുത്തതേ ഉള്ളൂ, അതാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവ്. 5:45 നമ്മൾ നമ്മുടെ സ്പോട്ടിൽ വന്നതാണ്. കരിങ്ങാലിപ്പുഞ്ചയിലാണ്. അപ്പം ക്ഷമിക്കണം, ഒറ്റയ്ക്കേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ആദ്യത്തെ ചൂണ്ട നമ്മൾ എടുക്കുകയാണ്. മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ ആ ചൂണ്ട മീനുണ്ടെന്ന് തോന്നുന്നു, എന്തോന്ന് അറിയത്തില്ല. ആ കുപ്പിയുടെ ഒരു പൊസിഷൻ കണ്ടിട്ട് മീൻ കൊണ്ടുപോയി പിടിച്ച് വെച്ചേക്കുന്ന പോലുള്ള രീതിയിലാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. മീനുണ്ട് ഗൈസ്, മീനുണ്ട്. വരാലാണ്. ഇത് സൈസൊന്നുമില്ല, ആളും അത്യാവശ്യം ചെറിയൊരു വരാൽ. ചെറിയൊരു വരാൽ. അടുത്ത ചൂണ്ടയിൽ വരാലുണ്ട്, അത്യാവശ്യം സൈസുള്ള വരാലാണ്. തോച്ചിട്ടത്തില്ല, കയറ്റി ഇറക്കി. ഒരു വലുതല്ല, അത് മീഡിയം. അടുത്തൊരു ചൂണ്ടയിലൂടെ മീനുണ്ടെന്ന് തോന്നുന്നു, എന്തോന്ന് അറിയത്തില്ല. ആ കുപ്പിയുടെ കിടപ്പ് കണ്ടിട്ട് മീനുള്ളതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇല്ല കേസ്, മീനില്ല. നമ്മുടെ കുപ്പി കിടപ്പ് കണ്ടിട്ട് മീനുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കുപ്പിയുടെ പൊസിഷൻ കണ്ടിട്ട് മീനുണ്ട് ഗൈസ്, മീനുണ്ട് കൂട്ടുകാരെ, മീനുണ്ട്. എന്തോ വരാലാണ്. നല്ല സൈസ് വരാലാണ്. അത്യാവശ്യം നല്ല കിടുക്കാച്ചി വരാൽ. ഹുക്കപ്പ് അത്ര നല്ലതല്ല, പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ വരാൽ. നല്ല സൈസ് വരാലാണ്, കുപ്പിച്ചൂണ്ടയിൽ വരാൽ. ഇതാണ് നമുക്കിപ്പം കിട്ടിയ വരാൽ. അത്യാവശ്യം നല്ല സൈസുള്ള വരാലാണ്, നല്ല ഹെവി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ മീൻ എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാം. ആ മീനെ നമ്മൾ എങ്ങനെയാണ് ജീവനോടെ സേവ് ചെയ്തിടുന്നത് എങ്ങനെയാണെന്നുള്ളതും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാക്കിലാണ് നമ്മൾ
ചൂണ്ട സാധനമെല്ലാം കൊണ്ടുപോകുന്നത്. അത് ദൂരെ എവിടെയെങ്കിലും മീൻ പിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എറിഞ്ഞ് ചൂണ്ട വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ നമ്മൾ ചൂണ്ട എടുക്കാനുള്ള സെറ്റപ്പാണിത്. പിടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നൂല് ഏകദേശം ഇത്ര അടുത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ജീവനോടെയാണ് നമ്മൾ ഇതിനെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ചൂണ്ട ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നവർക്ക് നമ്മൾ പ്രത്യേകം പറയണം ചൂണ്ട ഉൾപ്പെടെയാണ് തരുന്നതെന്നുള്ളത്. അവർ ശ്രദ്ധിക്കത്തില്ല. കയ്യിലൊക്കെ ചിലപ്പം കേട്ടിട്ടുള്ളായിരുന്നു. മൊത്തത്തിൽ പിന്നെ ഇപ്പോൾ എല്ലാം കൂടെ ഒരു 10-20 ചൂണ്ടയെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇന്നും മീൻ ഒരുപാട് കിട്ടണമെന്നില്ല. നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ നൈറ്റ് നമ്മൾ 2 തവണയാണ് ഈ ചൂണ്ട പോയി നോക്കുന്നത്. കാരണം ഈ പോച്ചയൊക്കെ ഉള്ള ഭാഗത്ത് മീനെ ചൂണ്ട ഇടുന്നെങ്കിൽ മീൻ കയറി അത് ചുറ്റി ഒന്നെങ്കിൽ ചാവാനോ അല്ലെങ്കിൽ ആമ തിന്നാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് പോയി നോക്കും. അങ്ങനെ ഇന്നലെ പോയി ഇടയ്ക്ക് പോയി നോക്കി കിട്ടിയ വരാൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടാണ് വരുന്നത്. അതിനെ ഒന്ന് കാണാം. ഇന്നലെ നൈറ്റിൽ കിട്ടിയ വരാലാണ് ഈ കിടക്കുന്നത്. 4 എണ്ണം ഉണ്ട്. അപ്പം ഇതിനെയും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടുവാണ്. 5, 6, 7, 8, 9. നമുക്ക് മൊത്തത്തിൽ 9 വരാലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ സൈസ് വരാലാണ്. അത് കിട്ടില്ല. നാടൻ ഐറ്റമാണ്. അത് ഇടക്കാറ്റ് സാധനമാണ്. ഡെയിലി കുപ്പിച്ചുകൊണ്ടേയും നമ്മൾ പിടിക്കുന്ന വരാൽ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരുപാട് ചേട്ടന്മാർ രാവിലെ മുതൽ ചൂണ്ടയും കൊണ്ട് മീൻ കിട്ടാത്തവർക്ക് ഇത് ഒരു അറിവായിട്ട് നമ്മൾ പറയുകയാണ്. കണ്ടോ, നല്ല കിടക്കാറ്റ് സാധനം. ഏകദേശം